രാജിനൊരു നാഷണൽ അവാർഡ് കൊടുക്കണം, ഇല്ലെങ്കിൽ അൺഫെയർ ആണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. 10 on 10 മിണ്ടാൻ പറ്റുന്നില്ല. ശരി, എങ്ങനെയുണ്ട് നമ്മുടെ ആ 3 മണിക്കൂർ? നമ്മുടെ വലിയൊരു കാത്തിരിപ്പായിരുന്നല്ലോ ഇത് ഇന്ത്യ ലോകത്തിനുള്ള സമ്മാനമാണ് നമ്മുടെ നാട്ടിൽ. ഒന്നും പറയാം. നജീബക്ക, സമ്മതിച്ച് നിങ്ങളുടെ ലൈഫ് സ്ക്രീനിൽ കണ്ടപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. പുള്ളി ഇരുത്തി കരയിപ്പിച്ച്, ബ്ലെസ്സി പുള്ളി ഇരുത്തി കരയിപ്പിച്ചെന്ന് പറഞ്ഞ് ഇരുത്തി കരയിപ്പിച്ച്. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂകളിൽ കണ്ട് പറഞ്ഞറിവല്ലാതെ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ പൃഥ്വിരാജ് ഏകദേശം പകുതിയായി എന്ന് തന്നെ പറയാം. ആ റോളിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പാട് സഹിച്ച് ആ ഇമോഷൻ പരമാവധി നമ്മളിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടിപൊളി പടം, വേറെ ഒന്നും പറയാനില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഇതെല്ലാവരും വന്ന് കാണാൻ ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത കഥയാണ്. മൂവി കഴിഞ്ഞ് ഇത്ര നേരമായിട്ട് എനിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പൃഥ്വിരാജ് ഒന്നും പറയില്ല, അടിപൊളിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഒരു ഓസ്കാർ ലെവൽ ഐറ്റമാണ്. നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു ഓസ്കാർ കിട്ടേണ്ട മുതലുണ്ട് ഈ പടത്തിൽ. നമുക്കൊരു വേദനയോട്, ഒരാൾ ജീവിച്ച കഥയല്ലേ, അതുകൊണ്ട് വേദനയോടുകൂടിയാണ് നമുക്ക് കാണാൻ പറ്റില്ല. അതിനകത്ത് പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ സീൻ കാണിക്കുന്നുണ്ട്. അത് അടിപൊളി. ഒരു ഇന്ത്യൻ ലെവലല്ല, ഹോളിവുഡ് ലെവലിൽ തന്നെ പടം എടുത്ത് വെച്ചിട്ടുണ്ട്.